എടാ മോനെ, നിന്റെ കോയിനല്ലേ വാങ്ങിക്കാൻ പറഞ്ഞേ? നീ ഇപ്പൊ നിന്റെ ബ്രേസ്ലെറ്റ് എടുത്തിട്ട് വന്നേ? കോയിൻ ആയപ്പോ അലമാരി പൂട്ടി വെക്കാനല്ലേ പറ്റുള്ളൂ. ഇതാകുമ്പോ അളിയനെ കയ്യിലിട്ട് നടക്കാലോ. കോയിൻ ആണെങ്കിൽ 1 പവനിൽ ഒതുങ്ങായിരുന്നു. ഇതിപ്പോ 2 ആയിട്ടുണ്ടാവും അല്ലേ? അതൊന്നും സാരല്ലേ, ആദ്യത്തെ വിഷയമല്ലേ. ഇതിപ്പോ നമ്മളെന്തെങ്കിലും കുറച്ച് കഴിഞ്ഞാലേ അവക്കൊരു മോശമല്ലേ. പിന്നെ പോകുമ്പോ കൊടുക്കാനുള്ള ഡ്രസ്സും ഫ്രൂട്ട്സ് ഒക്കെ റെഡി ആക്കണ്ടേ? അതൊക്കെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നിപ്പോ രാത്രി ആകുമ്പോഴേ എത്തുള്ളൂ പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞിട്ട് വിടാല്ലേ. ഇരുന്നാ മതിയായിരുന്നു, അവനും ജോലി തിരക്കൊക്കെ ഉള്ളതല്ലേ. രേവതി, നീ എന്താ പെട്ടെന്ന്? അല്ല, അളിയനെ വിളിച്ചപ്പോ രാത്രി ഞാൻ വരാൻ പറഞ്ഞു. അളിയനവിടെ? മോളെ എന്താടി, അവനെവിടെ? ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക് വന്നതാ. ഒറ്റയ്ക്ക്? എടി എന്താ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് വന്നാണാ? പെണ്ണെ, കല്യാണം കേട്ട ആ കൂടി 3 മാസമായിട്ടുള്ളൂ. ആദ്യത്തെ വിഷമാണ് മറ്റേ ഏട്ടൻ എന്തൊക്കെയാ വാങ്ങിട്ട് വന്നെന്നറിയോ? എന്താ മോളെ, എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? ഇവള് തന്നെയായിരിക്കും ഓരോ നോപ്പിച്ചിട്ട് വന്നിട്ടുണ്ടാവുക. അവളുടെ സ്വഭാവം അറിയില്ലടാ. അല്ലെങ്കിലും നീ അച്ഛനും അവളെ തലയിൽ കയറ്റി വെച്ചിരിക്കാണല്ലോ. കല്യാണം ഉറപ്പിച്ചപ്പോ തന്നെ ഞാൻ പറഞ്ഞതാ അടുക്കളയിൽ കേട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പഠിക്കുന്നുള്ളത്. അതെങ്ങനെയാ? ഞാൻ പറഞ്ഞ ഒന്നും കേൾക്കില്ലല്ലോ. അവന്റെ സ്വഭാവം നമുക്ക് അറിയുന്നില്ലടാ. എത്ര നല്ല പയ്യനാ. ഇവിടെ വന്നാൽ തന്നെ അച്ഛ അമ്മ ഏട്ടാന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് നന്നായിട്ടാ പെരുമാറുന്നത്. ഇവളെന്നെയായിരിക്കും എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചിട്ട് വന്നത്. നീയേ അവളിനെ സപ്പോർട്ട് ചെയ്യാണ്ട് പോയി അളിയനെ വിളിച്ചിട്ട് വരാൻ നോക്ക്. അമ്മ, അറിയാത്ത കാര്യങ്ങൾ പറയാൻ നിൽക്കല്ലേ. ഞാൻ അപ്പോഴും പറഞ്ഞതാ, നമ്മളെക്കാളും വലിയ ആൾക്കാർ വേണ്ട, ഈ ബന്ധം ശരിയാവില്ലെന്ന്. അപ്പൊ എന്റെ ജീവിതം നന്നായി കാണാൻ വേണ്ടി നിങ്ങളൊക്കെ കൂടി ഒരു വലിയ ഗവൺമെന്റ് ജോലിക്കാരെ കൂടി കെട്ടിപ്പിച്ചല്ലേ. അതൊരു സൈക്കോ അമ്മ. പെണ്ണെ, പണിയെടുക്കാൻ പഠിച്ചിട്ടേ ഓരോന്ന് ഉണ്ടാക്കി പറയാൻ നിൽക്കല്ലേ. അവന്റെ സ്വഭാവം ഞങ്ങൾക്ക് അറിയുന്ന തന്നെയല്ലേ. പുറമേന്ന് കാണുമ്പോഴും മറ്റുള്ളവരും സംസാരിക്കുമ്പോഴൊക്കെ ഭയങ്കര നല്ലവനാ, വാങ്ങിയ. പക്ഷെ എനിക്കല്ലേ അവന്റെ യഥാർത്ഥ സ്വഭാവം എന്താന്ന് അറിയുള്ളൂ. മോളെ, എന്താ പ്രശ്നം? നീ തെളിച്ച് പറ. എന്റെ അടുത്ത് ഞാൻ എങ്ങനെയാ പറയാ? പറഞ്ഞതിന് ആരും വിശ്വസിക്കില്ല. അങ്ങനെയല്ല അയാളുടെ സ്വഭാവം പെരുമാറ്റമൊക്കെ. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു ഓപ്പോ റെഡി ആവുന്നു. പക്ഷെ ഓരോ ദിവസം കഴിയുമ്പോഴും ഇന്നെന്താ സംഭവിച്ചെന്നറിയോ? ആണുങ്ങൾ ആരെങ്കിലും വീട്ടിലേക്ക് വന്നാ എന്നോട് പുറത്ത് വരണ്ട പറഞ്ഞിട്ടുള്ളല്ലേ? പിന്നെ എന്തിനാണ് ഈ ഒരുങ്ങിക്കെട്ടി വന്നത്? അമ്മനെ കാണിക്കാനാ? അതടി, അമ്മനോട് പോണാ? നമുക്ക് പോണാന്ന്. എന്താടി പോണെന്നാ? ഇതൊരു അടിക്കട്ടെ, കാലിനടിക്കട്ടെ. പേരുണ്ട് നമുക്ക്. വരാ. മോനേട്ടാ, നീയായിരുന്നാ? എന്താ മോനെ? കുറച്ച് ചായപ്പൊടി തരോ? അമ്മ ഇവിടെ വാങ്ങിക്കാൻ പറഞ്ഞതാ. ഇവിടെന്ന് ചായപ്പൊടിയോ? എടാ മോനെ, കുറച്ച് അപ്പുറല്ലേ ഷോപ്പുള്ളത്. മോനൊരു കാര്യം ചെയ്യ്, നേരെ പോയിട്ട് അമ്മയോട് പൈസ മേടിച്ചിട്ടേ അവിടെ പോയിട്ട് ചായപ്പൊടി വാങ്ങിച്ചു കൊടുക്ക്. ആന്റി ഇവിടെ ഇല്ല? ആന്റി ഇവിടെ ഉണ്ടെങ്കിൽ എല്ലാ സാധനവും തരുമായിരുന്നു അല്ലേ? ആന്റി കുളിക്കാൻ മോനെ, മോൻ വേഗം വിട്ടാ. ചെല്ലേ ചെല്ലേ. ചെക്കനെ അല്ലേ ഇതിന്റെ മോൻ വന്നാടി ചായപ്പൊടി വെച്ചിട്ട്. നീ ഇടയ്ക്കിടയ്ക്ക് ഓരോ സാധനങ്ങൾ കൊടുക്കണ്ടല്ലേ, അതല്ലേ ഓടി ഓടി വരുന്ന്. എന്താടി, നിന്റെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചതാ? ഈ ആള് കൊള്ളാനടി. വേനച്ചോ? അതൊക്കെ കറിയും.
ഭക്ഷണം കഴിച്ചു തരാം കേട്ടാ, എന്നിട്ട് ബാക്കി. എന്താ മോളെ പറയുന്നത്? ഇത്രയൊക്കെ നീ ഒരു വാക്ക് എന്നോട് പറഞ്ഞോടാ? നിനക്ക് അവന്റെ പണി ഞാൻ കഴിച്ചിട്ടുണ്ടാവും. ദേ മോനെ, അവള് പറയുന്നു കേട്ടിട്ടേ എടുത്തു ചടങ്ങി ഓരോന്ന് പ്രവർത്തിക്കാൻ നിൽക്കല്ലേ. പെണ്ണിന്റെ ജീവിതം എല്ലാം ഉണ്ടാവുക. ഒന്നാമത് നിനക്ക് പെണ്ണ് നോക്കിക്കൊണ്ടിരിക്കുക, അതിനിടയ്ക്ക് പെങ്ങള് വീട്ടിൽ വന്നിരിക്കാന്ന് പറഞ്ഞാലേ ആരെങ്കിലും പെണ്ണ് തരും തോന്നുന്നുണ്ടടാ? മോളെ, അവൻ അപ്പോഴത്തെ ദേഷ്യത്തിനും ഭാഷയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടാകും. നീ അതിനൊന്നും മയത്ത് സംസാരിച്ച് ഒന്ന് റെഡിയാക്കാൻ നോക്ക്. അല്ല, എനിക്ക് മനസ്സിലാവണം ചോദിക്കുകയാണെ, അമ്മയ്ക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു? സ്വന്തം മോള് ഭർത്താവിൻ്റെ അടുത്ത് ഇത്രയും അനുഭവിച്ചിട്ട് ഇവിടെ കരഞ്ഞു പറയുമ്പോ തിരിച്ചു പോകുന്നോ? സ്വന്തം മോളെക്കാലും വിശ്വാസമാണ് 3 മാസം മാത്രം പരിചയം അവനെ. വെറുതെ അല്ല ഭർത്താവിന്റെ വീട്ടിൽ വെച്ചിട്ട് ഓരോ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത്. ഇങ്ങനെ വന്ന് കരഞ്ഞു പറഞ്ഞിട്ട് തിരിച്ചു പോകാൻ പറയുന്നില്ലേ? നിങ്ങൾക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത്? എടാ, നീ എന്തൊക്കെയാ ഈ പറയണത്? നമുക്ക് എല്ലാം നോക്കണ്ടേ? കല്യാണം കഴിഞ്ഞ് 3 മാസം ആകുമ്പോഴേക്കും പെൺകുട്ടി വീട്ടിൽ വന്നിരിക്കുക പറഞ്ഞാലേ നാട്ടുകാരെന്താടാ പറയാ? അത് ശരി, സ്വന്തം മോളെ ജീവിതത്തിനേക്കാളും നാട്ടുകാരെ എങ്ങനെ ഫേസ് ചെയ്യുന്നതാണ് അമ്മയ്ക്ക് പ്രശ്നം. കഷ്ടം തന്നെ അമ്മേ. അമ്മ കല്യാണം പറഞ്ഞ എല്ലാവർക്കും ഒരുപോലത്തെ ജീവിതം കിട്ടിയെന്ന് വരില്ല. ചിലപ്പോ ഇങ്ങനെയൊക്കെ ആയെന്ന് വരും. അപ്പൊ ഡിവോഴ്സ് തന്നെയാ നല്ലത്. അല്ലാതെ ജീവിതകാലം മുഴുവൻ നീറി കഴിയല്ലേ വേണ്ടത്. മോൾ എങ്ങോട്ടും പോണോ കേട്ടോ. അയ്യോ മോളെ രേവതി, നീ എന്ത് പണിയാണ് കാണിച്ചത്? ഇങ്ങോട്ട് വരികയാണെങ്കിൽ എന്നോടും പറഞ്ഞ പോലെ ഞാൻ വരില്ലായിരുന്നോ? ഞാൻ പുറത്തു പോയ സമയത്ത് ഇവിടെ ഓടി വന്നതാന്നേ. ഇതൊന്ന് ഫോൺ ചെയ്യണ്ടേ? നല്ല ആളാ. ഇവിടെ കാണാതെ തിരക്കിൽ ഓടി വന്നാട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു വരികയായിരുന്നു. അല്ല, വിഷു എവിടെ എത്തി? അത് മോനെ, അവളെ ഇവിടെ കുറച്ച് ഓമനയായിട്ട് വളർന്നിരിക്കണേ. ഞങ്ങളൊക്കെ ഒന്ന് കാണണം അപ്പം പെട്ടെന്ന് വന്നതാണത്രേ. ഞാൻ അപ്പൊ അതിനെ ചീത്ത പറഞ്ഞോണ്ടിരിക്കായിരുന്നു. ഇരിക്കേ. അമ്മ അത് സാരമില്ല, എനിക്കിവിടെ അറിയുന്നതല്ലേ. ഞാനിപ്പോ വിഷുവായിട്ടൊരു വീട്ടിലേക്ക് ആദ്യമായിട്ട് വരുമ്പോ ഒന്നും വാങ്ങിക്കാണ്ട് അതാൻ്റെ അന്ന് അറിയാതെ നമുക്ക് പോയിട്ടേ കുറച്ച് പടപ്പും ഡ്രസ്സൊക്കെ വാങ്ങിട്ട് വരാം. എടാ, നിന്റെ ദേഷ്യം വാശിയൊക്കെ എന്റെ പെങ്ങളെ മേലാണ് തീർക്കുന്നത്. അതിനാണ് നിനക്ക് അവിടെ ഞാൻ കെട്ടിച്ചത്. ആർക്കാളി അങ്ങനെ പറഞ്ഞത്? ഇവിടെ നിന്ന് പറഞ്ഞോ? നിന്നെ കുറിച്ച് എല്ലാം പറഞ്ഞതാ. നിന്നെ ഞാൻ നോക്കിയിരിക്കായിരുന്നു. നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാൻ അവിടെ എത്തിയാനേ. അയ്യോ അളിയാത് പെട്ടെന്ന് അത് ഭയങ്കര ദേഷ്യം നിയന്ത്രിക്കാതെ വന്നപ്പോ ഇനി അങ്ങനെ ഉണ്ടായില്ല അമ്മേ. പറ്റിപ്പോയതാ രേവതി, സോറി. ഇനി ഞാൻ ചെയ്യില്ല. അപ്പൊ ഇനിയും ദേഷ്യം വന്നാലോ? ഇതിന്റെ അപ്പുറമായിരിക്കില്ല എന്നോട് പെരുമാറുക. ജീവിതകാലം മുഴുവൻ നിന്നെ പോലെ ഒരു സൈക്കോന്റെ കൂടെ ജീവിക്കാനേ എനിക്ക് കഴിയില്ലടാ. മര്യാദയ്ക്ക് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്കോ. കുറച്ച് താന്ന് വരുമ്പോഴേക്കും തലയിൽ കയറി നിൽക്കുന്നോ? എന്റെ പെങ്ങളൊരു വാക്കുകൊണ്ട് പോലും ഞാൻ നോച്ചിട്ടില്ല. അവളെ ഇവിടെ വന്നിട്ട് നീ അടിക്കാൻ നോക്കുന്നോ? മര്യാദക്ക് എണിച്ച് വെക്കോ? ഇവിടെ നിന്നെ ഞാൻ കൊന്നുകളയും. ബാക്കി കോടതിയിൽ നിന്ന് കാണാം. മിണ്ടാതിരിക്കമ്മേ. നമ്മുടെ മുന്നിൽ വെച്ചാൽ അവളെ അടിക്കാൻ പോയില്ലേ? അപ്പൊ അവിടുന്ന് അവൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും? പാവം എന്റെ പെങ്ങൾ എത്ര അനുഭവിച്ചിട്ടുണ്ടാവും. വീട്ടുകാരുടെ സപ്പോർട്ട് ഇല്ലാത്തോണ്ട് പല കാരണത്താല് എത്രയോ പെൺകുട്ടികൾ ഭർത്താവിന്റെ വീട്ടിൽ മരിച്ചു ജീവിക്കുന്നുണ്ടാകും. ഇതുപോലെ ഒരു ആങ്ങളെയോ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ എത്ര പെൺകുട്ടികൾ രക്ഷപ്പെട്ടിട്ടുണ്ടാകും.